പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കാലത്ത് യേശു 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. രണ്ടുടുപ്പും ഉണ്ടാകരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാത്തവരുടെ പട്ടണത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ടു ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോടും അരുൾ ചെയ്യുന്നത്, നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും നമ്മളാൽ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവരാജ്യത്തിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരുടെ വിശ്വാസം കൂടി വർദ്ധിപ്പിക്കുവാനും തന്നെ നമ്മളെ ശ്രവിക്കാത്തവരുടെ അടുത്തേക്ക് നമ്മൾ ദൈവവചനം പറയേണ്ട ആവശ്യമില്ല. കാരണം വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുമ്പോഴാണ് വചനത്തിന് ജീവൻ ഉണ്ടാകുന്നത്. വിശ്വാസത്തോടുകൂടി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ വചനം ആ വ്യക്തിയിൽ വളരും. ആ വ്യക്തിയുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും സ്പർശിക്കും. എന്നാൽ വിശ്വാസമില്ലാത്ത ഒരു ഹൃദയത്തിലോട്ട് വചനം വിളമ്പുമ്പോൾ അത് തട്ടിക്കളയുന്നത് മാതിരി ആകും. അതുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം വഴി അനേകർക്കും മാനസാന്തരം ഉണ്ടാകുവാനായിട്ട് നമ്മൾക്ക് വഴികൾ തുറക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.